എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അതുകൊണ്ട് സുഖമല്ലേ എന്ന് ചോദിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ വെൽക്കം ടു കുക്ക് സ്റ്റോറീസ്. നമ്മുടെ അടുത്ത വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മിറർ ഗ്ലേസ്ഡ് മാംഗോ മൂസ് കേക്ക് ആണ്. ഇതിന് ഓവൻ വേണ്ട, മുട്ട വേണ്ട, മൈദ വേണ്ട, ഇതൊന്നും വേണ്ട. വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഈസി ആയിട്ട് ബേക്കറി സ്റ്റൈലിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു പോയിരിക്കുന്നതുകൊണ്ട് കുറച്ച് ലെങ്ത് ഉണ്ട് വീഡിയോയ്ക്ക്. എന്നാലും നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക, വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പൊ ഞങ്ങൾ ഇനി കൂടുതൽ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അപ്പൊ എല്ലാരും കേക്ക് ഉണ്ടാക്കാൻ റെഡി അല്ലേ? അപ്പൊ നമുക്ക് ബിസ്ക്കറ്റിൽ നിന്ന് തുടങ്ങാം. അതാണ് ഇതിന്റെ ബേസ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് 10 ബിസ്ക്കറ്റാണ്. ഞാനിവിടെ 10 പ്ലെയിൻ ബിസ്ക്കറ്റ്, ഇത് മാരിയുടെ ബിസ്ക്കറ്റ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം, ആരോറൂട്ടിന്റെയോ ഏത് പ്ലെയിൻ ബിസ്ക്കറ്റ്, ക്രീം ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ബിസ്ക്കറ്റ് ഏത് വേണമെങ്കിലും എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ട് പെട്ടെന്നൊന്ന് പൊടിച്ചെടുക്കാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഇത് ഞാൻ റൂം ടെമ്പറേച്ചറിൽ വെച്ച 4 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ഇത് മൈക്രോവേവിൽ വെച്ചോ അല്ലെങ്കിൽ കുക്ക് ടോപ്പിൽ അടുപ്പത്ത് വെച്ചോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇത് ഫുള്ളായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അത് രണ്ടും നമുക്ക് ചെയ്തിട്ട് വരാം. അപ്പൊ അതെ, ഇങ്ങനെ ഞാൻ മിക്സിയിലിട്ട് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. 10 സെക്കൻഡ് വെച്ച് പതുക്കെ വേണം. മൈക്രോവേവിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ മെൽറ്റ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ തെറിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന എമൗണ്ട് ഇന്നത് കുറവ് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചേ ചെയ്യാവുള്ളൂ. അടുപ്പിൽ വെച്ചാൽ ചെയ്യണമെങ്കിൽ ഒരു പ്രശ്നമില്ല, ഇത് പെട്ടെന്ന് ഒരുമിച്ച് മെൽറ്റായി കിട്ടും. ഞാൻ 10 സെക്കൻഡ് വീതം 3 പ്രാവശ്യം വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ ബിസ്ക്കറ്റിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിലേക്ക് ഞാനത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി. ശരിക്കും മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. അപ്പൊ ഞാൻ ഈ കേക്ക് ടിന്നിലാണ് ഞാൻ ഇന്ന് ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഈ കേക്ക് ടിൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വീട്ടിലുള്ള പാത്രം യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല്, ഏത് പാത്രമാണോ നിങ്ങൾ എടുക്കുന്നത് ആ പാത്രം ലൈൻ ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് ഭാഗം പുറത്തേക്ക് നിൽക്കാൻ പാകത്തിന് വേണം കേക്ക് ടിൻ ലൈൻ ചെയ്യാൻ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ കേക്ക് ടിന്നിലാണ്. അപ്പൊ ഈ കേക്ക് ടിന്നിലേക്ക് നമ്മള് ഇപ്പൊ ചെയ്തെടുത്ത ബിസ്ക്കറ്റും ബട്ടറും കൂടെയുള്ള മിക്സ്ചർ ആഡ് ചെയ്യുക. ഇങ്ങനെ ഒരു സ്പൂണിന്റെ ബാക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അത് ഫസ്റ്റ് ലെവലിനായി കിട്ടും. അപ്പോൾ നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിംഗ് റെഡി ആവുന്ന വരെ ഇത് ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും ഈ ബേസ് സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജെലാറ്റിൻ നമുക്ക് റെഡിയാക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ജെലാറ്റിൻ 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ. ഞാനിവിടെ പ്ലെയിൻ അൺഫ്ലേവേർഡ് ജെലാറ്റിൻ ആണ് എടുത്തിരിക്കുന്നത്. പൗഡർ ജെലാറ്റിൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ നമ്മൾ ഇങ്ങനെ ഒരു ബൗളിലേക്ക് ഇടുക. അതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം, ഞാനിവിടെ അളന്ന് വെച്ചിരിക്കുന്നതാണ്. 1/2 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളവും ജെലാറ്റിനും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ജെലാറ്റിൻ ബ്ലൂം ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മാറ്റി വെക്കുന്നത്. ബ്ലൂം ആവുക എന്നാണ് ഇതിന് പറയുക. അപ്പൊ നമ്മുടെ ജെലാറ്റിൻ ഇവിടെ നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇതുണ്ടോ? ഇനി ഇതിനെ ഒന്ന് ചൂടാക്കി നന്നായിട്ട് അലിയിച്ചെടുക്കണം. അപ്പം അതിന് ഈ പറഞ്ഞ പോലെ മൈക്രോവേവിൽ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റൗവിന്റെ പുറത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫുള്ള് അലിഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഞാനിപ്പോ ഇത് ഒരു 20 സെക്കൻഡ് മൈക്രോവേവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണിത്. അപ്പൊ നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയത്തില്ല. ഈ സ്പൂണിൽ തരിതരിയായിട്ടിരിക്കുന്നത് കണ്ടോ? അതങ്ങനെ വരാൻ പാടില്ല. ഒരു 20 സെക്കൻഡും കൂടെ വെച്ച് നോക്കാം. ഓക്കെ, വെള്ളത്തിൽ ജെലാറ്റിൻ ഫുൾ ഒരു തരി പോലും ഇല്ലാതെ അലന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്
1 കപ്പ് മാംഗോ പൾപ്പാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് മാംഗോ പൾപ്പാണ്. ഇപ്പം മാമ്പഴത്തിന്റെ കാലമാണ് നാട്ടില്, അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. 2 മാമ്പഴം എടുക്കുക, തൊലി കളയുക, അതിന്റെ ദശ മാത്രം എടുക്കുക, ഒരു പകുതി നാരങ്ങ നീരും 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുക, നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. ഈ സെയിം സംഭവം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതിലേക്ക് നമ്മൾ ആദ്യം മെൽറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുന്ന ജെലാറ്റിൻ ഇല്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അത് ഫുള്ളായിട്ട് യോജിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ആ ജെലാറ്റിൻ ആ മാംഗോ പൾപ്പിലേക്ക് ശരിക്കും മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ടോപ്പിംഗ് റെഡിയാക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് 500 ml, അതായത് 2 ഗ്ലാസ്, 200 ml ഗ്ലാസിന്റെ 2 ഗ്ലാസ് ആണ് കേട്ടോ. 200 ml ഗ്ലാസ് ആണ് നിങ്ങൾ എടുക്കണമെങ്കിൽ 2.5 ഗ്ലാസ് എടുക്കണം. ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം എന്ത് വേണേലും വിളിക്കാം. ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഫ്രഷ് ക്രീമിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഫ്രഷ് ക്രീം നിങ്ങൾ യൂസ് ചെയ്യുന്നവരെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കണം. അതിന് നന്നായിട്ട് തണുപ്പുണ്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ എടുക്കുന്നവരെ അത് ഫ്രിഡ്ജിൽ വെച്ചേക്കണം. ഓക്കെ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. നമ്മുടെ നോർമൽ പഞ്ചസാര തന്നെ എടുത്താൽ മതി. അത് കുറച്ചായിട്ട് നമ്മളിത് വിപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ചായിട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇവിടെ കറക്റ്റായിട്ട് വിപ്പ് ചെയ്ത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി വിപ്പ് ചെയ്താൽ ഇത് പിരിഞ്ഞു പോവും. അപ്പോൾ അത് നോക്കി കറക്റ്റായിട്ട് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മളങ്ങനെ ക്രീം വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു വേറൊരു ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മാംഗോ പൾപ്പും ഈ നമ്മൾ വിപ്പ് ചെയ്തെടുത്ത ക്രീമും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ആദ്യം മാംഗോ പൾപ്പ് ഇതിനകത്തേക്ക് ഒഴിക്കുക. ഇതിലേക്ക് കുറച്ചായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ആ വിപ്പ് ചെയ്ത ക്രീം ഫുള്ള് ആ മാംഗോ പൾപ്പിലേക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കണം. ഇതിന് ഫോൾഡിംഗ് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഇത് അറിയായിരിക്കും, അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ നമ്മുടെ മാംഗോ പൾപ്പും ക്രീമും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മൾ സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന ബേസിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ ബേസ് നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. ഇത് കണ്ടോ. ഈ മിക്സ് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ടോപ്പിംഗ് ആയിട്ട് ചേർക്കണം. അങ്ങനെ നമ്മുടെ ക്രീം മിക്സ്ചറൊക്കെ ഒഴിച്ച് കേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ സെറ്റായിട്ടുണ്ട്. ഇത് ഫ്രീസറിൽ ഇനി 3 to 4 മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. ഫ്രീസറിൽ തന്നെ വെക്കണം. കാരണം ഇനി നമ്മളിതിനെ മിറർ ഗ്ലേസ് ചെയ്യാനാണ് പോകുന്നത്. മിറർ ഗ്ലേസ് ചെയ്യുമ്പം ഏതൊരു കേക്കാണെങ്കിലും അത് നന്നായിട്ട് തണുത്തിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെക്കണേ. അല്ല നിങ്ങൾ മിറർ ഗ്ലേസ് ചെയ്യുന്നില്ല, ഈ കേക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നുള്ളെങ്കിൽ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. സാധാ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി. 3-4 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നിങ്ങൾക്ക് നേരെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് 4 മണിക്കൂർ ആവാറായി.
അപ്പോൾ നമുക്കത് പുറത്തെടുക്കുന്ന സമയം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്ലേസ് റെഡിയാക്കണം. അതായത് നമ്മൾ അതിൻ്റെ പുറത്ത് ഒഴിക്കുന്ന ടോപ്പിംഗ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനിപ്പോൾ 1.5 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സാധാ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1/2 കപ്പും 2 ടേബിൾ സ്പൂണും സ്വീറ്റൻഡ് കണ്ടൻസ് മിൽക്കാണ്. സ്വീറ്റൻഡ് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പും 1 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇത്ര ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കുക. ഇതിന്റെ പാകം എന്ന് പറയുന്നത് ഷുഗർ നന്നായിട്ട് ഫുള്ളായിട്ട് ഡിസോൾവ് ആവണം. അതാണ് അതിന്റെ പാകം. ഇത് അലുക്കുമ്പോഴത്തേക്കും നമ്മുടെ ജെലാറ്റിൻ ബ്ലൂം ചെയ്യിച്ചെടുക്കണം. വീണ്ടും നമ്മൾ മറ്റേ കേക്ക് ചെയ്ത പോലെ തന്നെ ഇതിലും ജെലാറ്റിൻ വേണം. അപ്പോൾ ആ ജെലാറ്റിൻ നമുക്ക് റെഡിയാക്കി എടുക്കാം. ജെലാറ്റിൻ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ പൗഡർ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. ഇതിനകത്ത് ഇപ്പോൾ ഷുഗറൊക്കെ നന്നായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്. ജെലാറ്റിൻ്റെ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ജെലാറ്റിൻ്റെ അതെല്ലാം ഫുള്ള് ഡിസോൾവ് ആവുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനകത്ത് അരിയൊന്നും ഇല്ലാത്ത രീതിയിൽ. കാരണം ഇതിപ്പോൾ നമ്മൾ മൈക്രോവേവ് ചെയ്ത് ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മൾ ചൂടത്ത് വെച്ചല്ലേ ഡിസോൾവ് ആവണം. അപ്പം നമ്മളിതിങ്ങനെ ഇളക്കുമ്പോൾ അത് ഡിസോൾവ് ആയി പൊക്കോളൂ. ഇത് നന്നായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇപ്പൊ സ്റ്റൗവിൽ ചെയ്ത സംഭവമില്ലേ, അത് ഇത് 2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ആണ്. ഇതിന്റെ അകത്തേക്ക് ഇത് ഒഴിക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത് ചൂടോടുകൂടി തന്നെ ഒഴിക്കണം. ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് അത് അങ്ങനെ വെക്കണം. അപ്പോൾ ആ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഒന്ന് അതിനകത്തേക്ക് മെൽറ്റ് ആവാൻ തുടങ്ങും. എന്നിട്ട് വേണം നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി അത് ഫുള്ള് ഡിസോൾവ് ചെയ്യിക്കാൻ. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പൊ ഏകദേശം 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി പതുക്കെ ഇത് ഒന്ന് ഇളക്കി കൊടുത്തു നോക്കാം. പതുക്കെ ഡിസോൾവ് ആയി പോകുന്നുണ്ട്. നന്നായിട്ട് ഫുള്ളായിട്ട് ഡിസോൾവ് ആവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. നിങ്ങൾക്ക് ഈ ചോക്ലേറ്റിന് പകരം ഇപ്പോൾ ചോക്ലേറ്റ് ചിപ്സ് ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നാട്ടിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ചിപ്സ് കിട്ടില്ലെങ്കിൽ ഒട്ടും പേടിക്കണ്ട. സാധാരണ വൈറ്റ് ചോക്ലേറ്റ് കിട്ടും. മിൽക്കി ബാർ അങ്ങനെയുള്ള വൈറ്റ് ചോക്ലേറ്റ് ഇല്ലേ, അത് നമ്മുടെ സാധാരണ നമ്മുടെ പച്ചക്കറിയൊക്കെ ഗ്രേറ്റ് ചെയ്യണ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്ത് എടുത്താൽ മതി. അത് 2 കപ്പ് അളവിൽ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഗ്ലേസ് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് റെഡിയാക്കി വെക്കാം. എന്നാലല്ലേ ഗ്ലേസിന്റെ പുറത്തേക്ക് ഒഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ 4 മണിക്കൂറിന് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാം, തൊട്ട് നോക്കിയാൽ ഒന്നും വരുന്നില്ല. അപ്പൊ നമുക്ക് ഈ കേക്ക് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കത്തി എന്തെങ്കിലും വെച്ചിട്ട് സൈഡിൽ കൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിന്റെ ശേഷം നമ്മൾ ഇതിന്റെ ക്ലിപ്പ് റിലീസ് ചെയ്യാം. അപ്പൊ അത് തന്നെ അത് പോന്നോളൂ. ഓക്കെ, ഗ്ലേസ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു വലിയൊരു പാത്രം, ഒരു പ്ലേറ്റ് ആണ് എൻ്റെ കയ്യിലുള്ള. ഗ്ലേസിനോ പ്ലേറ്റ് എന്താന്ന് വെച്ചാൽ അത് വെക്കുക. അതിന്റെ നടുക്കില് ഞാനിപ്പോ ഒരു ബൗള് കമത്തി വെക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ എന്ത് സാധനം ഇതിനൊന്ന് ഒന്ന് ഹൈറ്റിലൊന്ന് നിർത്തണം. അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ കിട്ടാൻ പാകത്തിലുള്ള എന്ത് സാധനം വേണേലും വെക്കാം. ഞാൻ ആ ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി. കാരണം എന്താന്ന് വെച്ചാൽ അതിന്റെ പുറത്തേക്കൊക്കെ ചാടി ആകെ നാശമുണ്ടല്ലോ നോർത്ത്. അപ്പൊ ഞാൻ ഈ കേക്ക് ഇതിന്റെ മേളിലേക്ക് വെച്ചു. ഓക്കെ, ഇങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക് കിട്ടണം. അതായത് ഞാൻ നിങ്ങളെ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതിന്റെ മേളിലേക്കാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ബാലൻസ് വരുന്നത് താഴത്തോട്ട് ചാടാൻ പാകത്തിന് വേണം ഇത് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് ഫുള്ളായിട്ട് അലിഞ്ഞ് നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ചെടുത്ത് ഒരു മാറ്റി വെക്കണം. നമ്മൾക്ക് 2 ഷെയ്ഡിലാണ് നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അതിന് സെക്കൻഡ് ഷെയ്ഡിന് വേണ്ടിയിട്ട് കുറച്ചെടുത്ത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. 1/4 കപ്പ് എടുത്ത് വേറെ ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്യണം. നാല് തുള്ളി 5 തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടോ. നമ്മുടെ ആ 1/4 കപ്പ് എടുത്ത് വെച്ചേക്കുന്നില്ലേ, അതിനകത്തേക്ക് ഗ്രീൻ ആഡ് ചെയ്യാം. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രീൻ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഗ്ലേസ് ഒഴിക്കാൻ പോവാണ്. ഇതിന് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒത്തിരി വാം ആയിട്ടിരിക്കാൻ പാടില്ല, ഒത്തിരി തണുത്ത് പോകാനും പാടില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു ചൂട് അത്രേ പാടുള്ളൂ. അപ്പം നമ്മൾ വെച്ച് അങ്ങനെ കറക്റ്റ് ചൂടായിട്ടുണ്ട്. അപ്പം റൂം ടെമ്പറേച്ചറിലാവണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുവാണെങ്കിൽ. അപ്പം നമ്മൾ ഇതിൻ്റെ സൈഡ് വഴി ഫസ്റ്റ് ഒഴിച്ചു പോവാം. ഇതിൻ്റെ നടുക്കേ കൂടെ ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് കളർ ഒഴിച്ചതിന് ശേഷം സെക്കൻഡ് കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ലൈനായിട്ടോ അല്ലെങ്കിൽ ഡോട്ടായിട്ടോ അതിൻ്റെ മേളിലേക്കിട്ട് ഒഴിക്കുക. എന്നിട്ടൊരു സ്പൂൺ അല്ലെങ്കിൽ പാലറ്റ് വെച്ച് ജസ്റ്റ് അതിനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് അത് ഡ്രിപ്പ് വീണ് തീരാൻ വേണ്ടി സമ്മതിക്കുക. അപ്പോൾ മാർബിൾ എഫക്റ്റ് തന്നെ വരും. ഇതിൻ്റെ അങ്ങനെ അതെല്ലാം വീണ് അത് നിന്നു കണ്ടോ, ഇങ്ങനെ നിൽക്കും. അപ്പോഴാണ് കേക്ക് റെഡിയാവുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് ഡെക്കറേഷൻ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ തരുന്നത്. അപ്പം ഞങ്ങളുടെ നല്ല മാർബിൾ എഫക്റ്റിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്ലേസ് ചെറുതായിട്ട് കട്ടയാവാൻ തുടങ്ങണം, അപ്പോഴാണ് ഒഴിക്കാവുള്ളൂ. ഇനി നിങ്ങൾക്ക് ആദ്യം ഒഴിച്ചിട്ട് ഇത് ലൂസായി പോയി, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇതുപോലെ കട്ടിക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒഴിച്ചിട്ട് വെയിറ്റ് ചെയ്യുക. താഴെ ചാടിയ സംഭവം. അപ്പം ആദ്യം തന്നെ ഈ മാർബിൾ കളർ 2 കളർ ഒഴിക്കരുത്. നിങ്ങൾ ആദ്യം ഒഴിച്ചിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് ആ പ്ലേറ്റിലുള്ളത് എടുത്ത് ഒന്നുകൂടെ കേക്ക് വെച്ച് മേലേക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫിനിഷ്ഡ് ലുക്ക്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ആ പൂ ഒഴികെ ബാക്കി എല്ലാം എഡിബിളാണ്. ഇത് ഇന്നലെ രാത്രി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ഷൈനിങ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് ഒരു ക്ലൗഡി അപ്പിയറൻസ്, മാറ്റ് അപ്പിയറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. കാരണം അത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അങ്ങനെ വരും. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഗ്ലേസ് ചെയ്യണമെങ്കിൽ കേക്ക് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഫംഗ്ഷന് ഒരു 4-5 മണിക്കൂർ മുന്നേ എടുത്ത് ഗ്ലേസ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. നിങ്ങൾക്ക് അകം കാണണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഞാൻ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ആ ബബിളൊക്കെ എഡിബിളാണ് കേട്ടോ. ആ ബബിളിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. അതും കൂടി ഇടുമ്പോൾ ഒത്തിരി ലെങ്ത് ആയി പോകും, അതുകൊണ്ട് ഇട്ടില്ല. അത് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതേ നമ്മുടെ കേക്ക് നോക്കൂ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു. ഇതേ അതിൻ്റെ അകമൊക്കെ കണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് ഗ്ലേസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കേക്ക് മാത്രമാണെങ്കിൽ ആ സ്റ്റെപ്പിൽ വെച്ച് ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്യാട്ടോ. അത് മാത്രം വീട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോട്ടോകൾ ഞങ്ങൾക്ക് ഇമെയിലായിട്ട് സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ ഫ്രം കുക്കപ്പ് സ്റ്റോറീസ്.